നാരായണൻ, രാഷ്ട്രീയ കേരളത്തിന്റെ ചർച്ചകൾ പലപ്പോഴും കൊല്ലം ജില്ലയിൽ കിടന്ന് തട്ടിക്കളിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. കൊട്ടാരക്കരയിലെ ഐഷ പോറ്റിയുടെ പാർട്ടി മാറ്റം വലിയ ചർച്ചയായിരുന്നു. അതുപോലെ തന്നെ ഇരവിപുരം സീറ്റുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗും RSPയുമായിട്ടുള്ള ചർച്ചകളൊക്കെ വലിയ ചർച്ചയായി. പുനലൂർ സീറ്റിൽ പൊതു സ്വതന്ത്രനെ മത്സരിപ്പിക്കാൻ മുസ്ലിം ലീഗ് ഒരുങ്ങുന്നു എന്ന വാർത്തകളൊക്കെ വരുന്നു. ഒപ്പം തന്നെയാണ് പത്തനാപുരം നിയോജക മണ്ഡലം. നമ്മൾ കണ്ടതാണ്. പത്തനാപുരം നിയോജക മണ്ഡലം KB ഗണേഷ് കുമാർ 25 വർഷക്കാലമായി ഇടത്തു നിന്നും വലത്തു നിന്നും തൊട്ടകമാക്കി വെച്ചിരിക്കുന്ന മണ്ഡലമാണ് പത്തനാപുരം നിയോജക മണ്ഡലം. എന്നാൽ ഈ പത്തനാപുരം നിയോജക മണ്ഡലം അങ്ങനെ അങ്ങ് ഇടതുപക്ഷത്തിന്റെ ഉരുക്കുകോട്ടയോ KB ഗണേഷ് കുമാറിന്റെ ഉരുക്കുകോട്ടയോ അല്ല എന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പോട് കൂടി നമ്മൾ മനസ്സിലാക്കിയതാണ്. കാരണം വലിയ ഇടത് തരംഗം ആഞ്ഞടിച്ചപ്പോഴും അവിടെ പുതിയതായി വന്ന ആ നാട്ടുകാരനല്ലാത്ത എന്നാൽ ആ നാട്ടുകാരനായി മാറിയ ജ്യോതികുമാർ ചാമക്കാല കേവലം 14,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് KB ഗണേഷ് കുമാറിന് ജ്യോതികുമാറിനെ തോൽപ്പിച്ച് ജയിക്കാൻ സാധിച്ച ഒരു മണ്ഡലമാണ് പത്തനാപുരം. ആ പത്തനാപുരം മണ്ഡലത്തിൽ കഴിഞ്ഞ ദിവസം ബഹുമാനായ ഉമ്മൻചാണ്ടി സാറിന്റെ മകൻ ചാണ്ടി ഉമ്മൻ ഒരു രാഷ്ട്രീയ പരിപാടിയിൽ ഒരു പരാമർശം നടത്തുന്നു. അദ്ദേഹം വളരെ മാന്യമായ ഭാഷയിലാണ് പറഞ്ഞത്, KB ഗണേഷ് കുമാറിനെ എൻ്റെ അപ്പായിക്ക് എന്നെ പോലെ തന്നെ സ്നേഹമായിരുന്നു, ഞങ്ങളൊരു കുടുംബാംഗത്തെ പോലെയായിരുന്നു. പക്ഷെ ഉമ്മൻചാണ്ടിയെ ഒരുപാട് ദ്രോഹിച്ചു KB ഗണേഷ് കുമാർ എന്ന തരത്തിൽ ചാണ്ടി ഉമ്മൻ ഒരു പരാമർശം നടത്തുന്നു. എന്നാൽ പിന്നീട് മാധ്യമങ്ങളെ കണ്ട KB ഗണേഷ് കുമാർ തിരിച്ചൊരു ആരോപണം വയ്ക്കുകയാണ്. എൻ്റെ കുടുംബം തകർത്തത്, ഇടനിലക്കാരനായി വന്ന് എൻ്റെ മക്കളെയും എന്നെയും അകറ്റി നിർത്തിയത് ഉമ്മൻചാണ്ടിയാണ് എന്ന തരത്തിൽ ഒരു പരാമർശം KB ഗണേഷ് കുമാർ നടത്തുന്നു. ചാണ്ടി ഉമ്മൻ പറഞ്ഞതിനെ മറുപടി കൊടുക്കാതിരുന്നെങ്കിൽ ഒരുപക്ഷെ KB ഗണേഷ് കുമാറിന്റെ മാന്യത ഒന്നുകൂടി വർദ്ധിച്ചേനെയായിരുന്നു. ആ മറുപടി കൊടുത്തോടുകൂടി കോൺഗ്രസുകാർ മാത്രമല്ല ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്ന ഒരു വലിയ ജനവിഭാഗം KB ഗണേഷ് കുമാറിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അതിന്റെ ഉദാഹരണം വേണമെങ്കിൽ KB ഗണേഷ് കുമാറുമായി ബന്ധപ്പെടുന്ന വാർത്തകളുടെ കമന്റ് ബോക്സ് നോക്കിയാൽ മതി. പണ്ട് KB ഗണേഷ് കുമാറിനെ കുറിച്ചൊരു വാർത്ത ചെയ്താൽ 1000 പോസിറ്റീവ് കമന്റ് ആണെങ്കിൽ ഇപ്പോൾ 999 നെഗറ്റീവ് കമന്റ് ആവുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. അനാവശ്യമായി വടികൊടുത്ത് അടിവേടിച്ചതല്ലേ KB ഗണേഷ് കുമാർ? കാരണം അവിടെ 5 വർഷക്കാലമായി ജ്യോതികുമാർ ചാമക്കാല സജീവമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു. കേരളം മുഴുവൻ ഒരു UDF തരംഗം നിലനിൽക്കുന്നു. ഏതു വിധേനയും KB ഗണേഷ് കുമാറിനെ പരാജയപ്പെടുത്തുമെന്ന് അവിടുത്തെ കോൺഗ്രസ് നേതൃത്വം പറയുന്നു. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ KB ഗണേഷ് കുമാറിന്റെ ഔദ്യോഗിക വസതി നിൽക്കുന്ന പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ പത്തനാപുരം പഞ്ചായത്ത് അടക്കം 9 വർഷങ്ങൾക്ക് ശേഷം UDF നേടുന്നു. പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് നേടുന്നു. ഒട്ടുമിക്ക പഞ്ചായത്തുകളിലും അധികാരത്തിലേക്ക് എത്തുന്നു. കേരള കോൺഗ്രസ് Pയുടെ പല സ്ഥാനാർത്ഥികളും ദയനീയമായി പരാജയപ്പെടുന്നു. അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം പത്തനാപുരത്ത് നിലനിൽക്കുമ്പോൾ പത്തനാപുരത്തിന്റെ മാത്രമല്ല മലയാളികൾ എവിടെയുണ്ടോ അവിടെയൊക്കെ പ്രിയങ്കരനായ ഉമ്മൻചാണ്ടിയെ ഒരു കുടുംബം കലക്കി എന്ന് വിളിക്കുന്ന രീതിയിലേക്ക് KB ഗണേഷ് കുമാർ പോകേണ്ടതുണ്ടായിരുന്നു. വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് പറയും ലോകത്തെ. അതാണിപ്പോൾ ഗണേഷ് കുമാറിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഗണേഷ് കുമാറിൻ്റെ കാൽച്ചോട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് മറ്റാരെക്കാളും നന്നായിട്ട് ഗണേഷിന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സമീപകാലത്തായിട്ട് PR വർക്കിൽ വലിയ മുതൽ മുടക്ക് ഗണേഷ് കുമാർ നടത്തുന്നുണ്ട്. ശ്രദ്ധിച്ചറിയാം, ഗണേഷ് കുമാർ എന്തെങ്കിലും ഒന്ന് അനങ്ങിയാൽ പോലും അതെങ്ങനെ വാർത്തയാക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഇപ്പോൾ ഗണേഷ് കുമാറിൻ്റെ വാർത്ത ഏറ്റവും അധികം ഇപ്പോൾ ആഘോഷിച്ചൊരു വാർത്ത എന്ന് പറയുന്നത് ടാറ്റ സിയറ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഗണേഷ് കുമാറിന് കിട്ടി. ടാറ്റ കമ്പനിയുടെ സിയറ എന്ന് പറയുന്ന ഒരു പ്രസ്റ്റീജ് മോഡലാണത്. വാങ്ങി ആ വണ്ടി അത് തന്നെ കിട്ടി, വാങ്ങി എന്തോ ആട്ടെ. അതിന് തൊട്ട് മുമ്പ് വന്ന വാർത്ത രോഹിത് ശ്രദ്ധിച്ചായിരുന്നു. ഇല്ല, കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾ, അത് സാധാരണ ലൈലാൻഡാണ് ഏറ്റവും കൂടുതൽ, KSRTCയിൽ ഏറ്റവും കൂടുതൽ ഫ്ലീറ്റ് കൊടുക്കുന്നത് ലൈലാൻഡാണ്. അതിന് വിരുദ്ധമായിട്ട് ടാറ്റയുടെ ബിൽറ്റിൻ ബസ്സുകൾ, അതായത് ടാറ്റ തന്നെ നിർമ്മിച്ച് ACG മാർക്കോ പോളോ മോഡൽ ഉണ്ടാക്കുന്ന ബസ് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ഡീല് അത് ആദ്യമായിട്ടാണ് അങ്ങനെ ടാറ്റയുടെ ഇത്രയും ബസ്സുകൾ, പുതിയ ഒരു ലോഡ് ബസ്സിന് വരികയാണ്. അപ്പോൾ ഇത്രയും ഡീല് എങ്ങനെ നടന്നു എന്നുള്ളത് KSRTCക്കുള്ളിൽ തന്നെ വലിയ ചർച്ചയായിട്ടുണ്ട്. എങ്ങനെയാണ് ഇത്രയും മോശം, അതായത് ടാറ്റ ബസ്സുകൾ സർവീസ് ചെയ്യുന്ന ഉൾപ്പെടെ ഒരുപാട് പ്രശ്നങ്ങൾ ടാറ്റ ബസ്സുകൾ KSRTCയിൽ മറ്റ് ഓപ്പറേറ്റേഴ്സിലല്ല KSRTCയിൽ ഒരുപാട് പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് ഈ ഗണേഷ് കുമാർ ഇറക്കിയ വണ്ടികളൊക്കെ കാണാൻ കൊള്ളാം, പക്ഷേ അതിൽ പോകാൻ ഒരു യാത്രാസുഖവുമില്ല. അത് ഓടിക്കുന്ന ഡ്രൈവർമാർക്കാണെങ്കിലും അതൊരു കംഫർട്ടബിൾ അല്ല എന്നുള്ള പരാതി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയധികം ടാറ്റ ബസ്സുകൾ ഒന്നിച്ചിറക്കിയതിന് തൊട്ടു പിന്നാലെ ഒരു ടാറ്റ സിയറ വണ്ടി ഇന്ത്യയിൽ ആദ്യമായിട്ട് ഗണേഷ് കുമാറിന് കിട്ടി അല്ലെങ്കിൽ വാങ്ങി എന്ന് പറയുമ്പോൾ അതിനകത്തൊരു പ്രശ്നമില്ലേ എന്ന് ചിന്തിക്കുന്ന ആളുകളല്ല. അതിനകത്ത് സ്വാഭാവികമായിട്ട് ഈ ടാറ്റയുടെ സ്റ്റാർ ബസ്സുകൾ വാങ്ങുമ്പോൾ ഗുണം എന്ന് വെച്ചാൽ ചേസസ് വാങ്ങി ബോഡി കെട്ടേണ്ട ആവശ്യമില്ല, സീറ്റ് വെക്കേണ്ട ആവശ്യമില്ല. ഒരു 35-40 ലക്ഷം രൂപയ്ക്ക് വണ്ടി ഇറങ്ങും. നിർമ്മിച്ച വണ്ടികളാണ്, അതായത് ടാറ്റ തന്നെ നിർമ്മിച്ച് കൊടുക്കുന്ന വണ്ടി. ടാറ്റയുടെ സ്റ്റാർ ബസ് ഒരു 40 സീറ്റുള്ള വണ്ടിക്കൊക്കെ ഒരു 40 ലക്ഷം രൂപയുള്ളൂ. എക്കണോമിക് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങി ഓടിക്കാം. കാരണം ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു വണ്ടി വാങ്ങണമെന്നുള്ള ആഗ്രഹത്തിൽ ടാറ്റയിൽ പോയിട്ട് ഈ സ്റ്റാർ ബസ് ഒക്കെ ഒന്ന് ഓടിച്ചു നോക്കിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എക്കണോമിക്കലി നമുക്ക് വളരെ പെട്ടെന്ന് കിട്ടുകയും സമയലാഭം ഉണ്ടാക്കുകയും ബോഡി കെട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബോഡി കെട്ടി വരുന്ന വണ്ടികളാണ്.
ഗണേഷ് കുമാർ അങ്ങനെ ഒരു സന്തോഷത്തിൽ അങ്ങനെ ഒരു ലക്ഷ്യം വെച്ച് വാങ്ങിയതാകില്ലേ? എന്തായാലും അസ്വാഭാവികത അവിടെ നിലനിൽക്കുന്നുണ്ട്, അത് വലിയ ചർച്ചയാണ്. അപ്പൊ അതിന് പിറകെയാണ് ഇപ്പൊ ഗണേഷ് കുമാർ പറഞ്ഞു വരുന്നത് ഈ ടാറ്റ ബസ്സുകൾക്ക് ടാറ്റയ്ക്ക് ബൾക്ക് ഓർഡർ കൊടുത്തതിന്റെ സമ്മാനമാണ് ഈ ടാറ്റ സിയറ എന്നാണോ? ടാറ്റ സിയറ എന്ന് പറയപ്പെടുന്നു. ഞാനായിട്ട് ആരോപണം ഉന്നയിക്കുന്നില്ല, പക്ഷേ ടാറ്റ വളരെ അഭിമാനത്തോടു കൂടി ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിലെ ഒരു ഗതാഗത വകുപ്പ് മന്ത്രിക്ക് തന്നെ വണ്ടി കൊടുക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു റീച്ച് ഉണ്ടല്ലോ. അതിനുവേണ്ടി ഈ ഗണേഷ് കുമാർ ബുക്ക് ചെയ്തപ്പോൾ ആദ്യമേ കൊടുത്തതാണെങ്കിലും ആയിരിക്കാം. ഗണേഷ് കുമാർ മാത്രമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സെലിബ്രിറ്റി എന്ന് കരുതുന്നത്. ഗണേഷ് കുമാർ മാത്രമല്ല. ഗണേഷ് കുമാർ ടാറ്റയ്ക്ക് എന്തുകൊണ്ട് മറ്റുള്ള എത്രയോ സെലിബ്രിറ്റികൾ ഈ രാജ്യത്തുണ്ട്, എത്രയോ പേര് ഇത് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഗണേഷ് കുമാർ മാത്രമേ ഉള്ളൂ സിയറ ബുക്ക് ചെയ്ത സെലിബ്രിറ്റി. എനിക്കറിയില്ല. ഗണേഷ് കുമാർ അങ്ങനെ ഒരു മണ്ടനായിട്ട് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് പണം അടച്ചൊക്കെ തന്നെ ആയിരിക്കും. എന്തോ ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെ ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അത്തരം ആരോപണങ്ങൾ, അത്തരം സംശയങ്ങളെയൊക്കെ ദൂരീകരിക്കുന്ന വിധത്തിലുള്ള ഒരു വലിയ PR മാജിക് ഗണേഷ് കുമാർ നടത്തുന്നുണ്ട്. ഇപ്പൊ ഗണേഷ് കുമാർ ഒരു വോൾവോ ബസ് വാങ്ങിച്ചു. ഗണേഷ് കുമാർ വാങ്ങിച്ചു എന്ന രീതിയിലാണ് അദ്ദേഹം കൊണ്ടുവരുന്നത്. അതായത് എന്റെ വീട്ടിൽ നിന്ന് പൈസ കൊടുത്ത് ഞാൻ മറ്റേ വോൾവോയുടെ ആസ്ഥാനത്ത് പോയി അവിടെ നിന്ന് കെട്ടിവലിച്ച് കൊണ്ടുവരുന്നു. ഓടിച്ചു നോക്കിയിട്ട് പുള്ളി എന്ന മട്ടിലാണ് വാങ്ങി അവിടെ കൊണ്ട് ഇട്ടിട്ട് ചാനൽ ക്യാമറയുടെ മുന്നിലേ ഓടിക്കും, അല്ലാതെ വാങ്ങുന്നതിന് മുമ്പ് ഇത് ഓടിച്ചു പോകൂല. അതെ. അപ്പോൾ അദ്ദേഹം അങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന വണ്ടി എന്ന രീതിയിലാണ് അദ്ദേഹം ഓരോ ബസ്സും അവതരിപ്പിക്കുന്നത്. അപ്പോൾ ബസ് വരുമ്പോൾ തന്നെ നോക്കുക, ഒരു വോൾവോ ബസ്സാണ്. ഈ വോൾവോ ബസ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പ്രൈവറ്റ് ഓപ്പറേറ്റേഴ്സ് ഇതിന് മുമ്പേ ഓടിച്ചു തുടങ്ങിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ വാങ്ങിച്ച 9600 SLX എന്ന് പറയുന്ന വോൾവോയുടെ ഏറ്റവും പ്രീമിയം ക്ലാസ് ആയിട്ടുള്ള ബസ്. ഈ ബസ് പുഞ്ചിരി ട്രാവൽസ് നേരത്തെ കേരളത്തിൽ ഓടിച്ചു തുടങ്ങിയിട്ടുണ്ട്, കേരളം ബാംഗ്ലൂർ. ഇത് മലയാളികളെ സംബന്ധിച്ചൊരു വലിയ സംഭവമൊന്നുമല്ല. ഈ ബസ്സിൽ പോകുന്നതുകൊണ്ട് മലയാളികൾക്ക് കൺസെഷനും ഇല്ല. ആ കഴുത്തറപ്പൻ റേറ്റ്, ഫ്ലെക്സി റേറ്റ് തന്നെയാണ് അവർ വാങ്ങിക്കുന്നത്. ഗണേഷ് കുമാർ ഈ ബസ്സുകളൊക്കെ പരിചയപ്പെടുത്തുന്ന ചില വീഡിയോ കാണാം. അതിലേക്കാണ് ഞാൻ ഈ സീറ്റുകൾക്കിടയിൽ ഇവിടെ കുത്തിയ പ്ലഗ് ഉണ്ട്, കറണ്ട് വരുന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഏതാണെന്നറിയാമോ? മറ്റേ മുകേഷിന്റെ മകനായി ദുൽഖർ സൽമാൻ അഭിനയിച്ചൊരു സിനിമയുണ്ടല്ലോ, വലിയ കോടീശ്വരനായിട്ട്, പിന്നെ തുണി വിൽക്കാൻ തിരുപ്പതി സത്യനന്ദി സിനിമ. മനസ്സിലായി. എന്തായിരുന്നു ആ സിനിമയുടെ പേര്? ജോഹോമാന്റെ സുവിശേഷം. ആ സിനിമയില് മറ്റേ ഈ കാമുകിയുടെ അച്ഛൻ ഒരു വീട് വെച്ചിട്ട് ബാത്റൂം ഒക്കെ ഉള്ളിലുണ്ട് എന്ന് പറയുന്നില്ലേ? അതായത് വീട്ടില് 10-12 ബാത്റൂം ഉണ്ടായിരുന്ന വീട്ടിൽ താമസിച്ച ആളെ വിളിച്ചോണ്ട് പോയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട് എന്ന് പറയുന്ന പോലെയാണ് മലയാളിക്ക് ബസ് പരിചയപ്പെടുത്തിയിട്ട് പറയുന്നത് ഈ സീറ്റ് ഇങ്ങനെ ചെക്കിയാൽ പുറകോട്ട് പോകും, ഇവിടെ ചെക്കിയാൽ മൊബൈൽ ചാർജ് ചെയ്യാം എന്ന് പറയുന്നത്. പക്ഷെ അതിനെ ഒരു വലിയ നാടകീയമായ ഒരു സിനിമാറ്റിക് രീതിയിൽ ഒരു വലിയ സംഭവം എന്ന മട്ടിൽ അവതരിപ്പിക്കുന്നതിൽ ഗണേഷ് കുമാർ വിജയിച്ചിട്ടുണ്ട്. അതിലൊരു കാരണമെന്ന് പറയുന്നത് KSRTCയിൽ ഇത്തരം ബസ്സുകൾ അങ്ങനെ വരാറില്ലായിരുന്നു. മോശം ബസ്സുകളാണ് നമ്മുടെ, പുതിയ ബസ്സുകൾ വരുന്നു എന്നുള്ള നിലയ്ക്ക് KSRTCയെ സംബന്ധിച്ചതൊരു പുതുമയാണ്. പക്ഷെ മലയാളികളെ സംബന്ധിച്ചത് വലിയ കാര്യമൊന്നും. പഴയ ബസ്സുകളോട് ഞാൻ പറയുന്നത് ഗണേഷ് കുമാർ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്നൊക്കെ ജനങ്ങളുടെ ശ്രദ്ധ ഗംഭീരമായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ പറയുന്നൊരു പോയിന്റ്. അതായത് ഗണേഷ് കുമാറിനെതിരായിട്ടുള്ള അലിഗേഷൻസ് കേരളത്തിലെ ഏതെങ്കിലും ഒരു മന്ത്രിക്ക് എതിരെ അയാളുടെ പാസ്റ്റിൽ ഇത്രയധികം ഗുരുതരമായ ആരോപണങ്ങളും കേസുകളും പ്രശ്നങ്ങളും, അത് കുടുംബത്തിലെ സ്വത്ത് വിഷയവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്നു. അച്ഛനുമായിട്ടുള്ള പ്രശ്നം, സഹോദരൻ ആരോ വന്ന് വീട്ടിൽ വന്ന് മോന്ത ഇടിച്ചു പൊളിച്ചതിന്റെ പടം കേരളം മുഴുവൻ അല്ലെങ്കിൽ ലോകം മുഴുവൻ കണ്ട വിഷയം ഭാര്യയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പൊ ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള അലിഗേഷൻസ് ഒന്ന് നിരത്തി വെച്ച് നോക്കി, കേരളത്തിലെ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ലീഡർ, ഇത്രയും പ്രധാനപ്പെട്ട ഒരു പദവിയിൽ ഇരിക്കുന്ന ആരെങ്കിലും, എനിക്ക് ഇതിലും ഭേദമാണ് നമ്മുടെ ജെട്ടിക്കേസിലകപ്പെട്ട ആന്റണി രാജു. പിന്നെ അതൊരു കേസല്ലേ ഉള്ളൂ, അതൊരു വക്കീലായിരിക്കുന്ന സമയത്ത് പ്രൊഫഷണൽ ലൈഫിലുണ്ടായ കാര്യമാണ്. ഇതങ്ങനെയല്ല, ഒരു പൊതുപ്രവർത്തകനായി, ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി ഇരിക്കുന്ന സമയത്താണ് ഈ ചീത്തപ്പേര് മുഴുവൻ കേൾപ്പിച്ചേക്കുന്നത്. ആ മനുഷ്യൻ ഇപ്പോഴും ഞാനെന്തോ വലിയ സംഭവമാണെന്ന മട്ടില് ഈ ഓൺലൈൻ മാധ്യമങ്ങളെ കൊണ്ടൊക്കെ വീഡിയോ ചെയ്യിച്ച് ഇങ്ങനെ നിറഞ്ഞു. ഇന്നാലും ഉണ്ട് ഏതൊരു കുഞ്ഞു വണ്ടി ഇങ്ങനെ ഓടിച്ചു ഞാൻ കൊച്ചാന്നും പറഞ്ഞിട്ട്. ഇതിനോട് നമ്മൾ താരതമ്യം ചെയ്യേണ്ടത് മറ്റു മന്ത്രിമാരെ ഈ വിഷയത്തിലല്ല, ഈ ഇദ്ദേഹത്തിനെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങളുടെ ഗ്രാവിറ്റി ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത് കേവലം കുടുംബ പ്രശ്നമാണോ? കേവലം 2 വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമാണോ? ഒരു മന്ത്രിയല്ലേ, ഒരു സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന ഒരു മന്ത്രിയല്ലേ? എന്ന് മാത്രമല്ല, ഈ KSRTCയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ മുഖം മിനുക്കൽ എന്ന് പറയുന്നതിൻ്റെ പേരിൽ എത്ര കോടികളാണ് സർക്കാർ ഖജനാവിൽ നിന്ന് നമ്മുടെയൊക്കെ നികുതി പണം പോകുന്നത്. ഇതുകൊണ്ടുള്ള ഗുണം, ഇപ്പോൾ 10 കോടി രൂപ ഒരു ദിവസം KSRTC കളക്ട് ചെയ്തു എന്നൊക്കെ ഗണേഷ് കുമാർ പറയുന്നുണ്ട്. അതിനുവേണ്ടി എത്ര ചെലവഴിച്ചു എന്നുള്ള കണക്കും കൂടി നോക്കണം. അതിനുവേണ്ടി എത്ര കോടി അധികമായി ചെലവഴിച്ചു, എത്ര കോടി രൂപ ചെലവഴിച്ചിട്ടാണ് 10 കോടി രൂപയിലേക്ക് വരുമാനം വരുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്ന് മാത്രമല്ല, ഇപ്പോഴും സാധാരണക്കാരുടെ യാത്രാക്ലേശം കേരളത്തിൽ പൊതുഗതാഗത മേഖലയിൽ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ?
ഒന്നും വേണ്ടതേ. ഒരു ഗതാഗതം നിങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അതിനുവേണ്ടി വാഹനങ്ങൾ വാങ്ങുമ്പോൾ അതിൽ കമ്മീഷൻ അടിച്ചു എന്ന ആരോപണങ്ങളല്ലേ വരുന്നത്? ഞാൻ പറയുന്ന പോട്ടെ, ഈ നമ്മുടെ എറണാകുളം ജില്ലയിൽ ഈ സിറ്റി സർവീസ് ബസ്സുകൾ എന്ന് പറഞ്ഞ് പ്രൈവറ്റ് ബസ്സുകൾ കാണിക്കുന്ന കാലൻ പരിപാടിയുണ്ട്. കോഴിക്കോട് കണ്ണൂർ റൂട്ടിൽ എല്ലാ ദിവസവും എന്ന പോലെ അവിടുത്തെ പ്രൈവറ്റ് ബസ്സുകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ഇതിനെതിരെ ഒന്നും ഇത്രയും കാലമായിട്ടും നടപടികൾ ഉണ്ടായിട്ടില്ല. ഒരു ഗതാഗത വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ചെയ്യേണ്ട കാര്യമാണോ അത്? അദ്ദേഹത്തെ കൊണ്ട് കഴിയാഞ്ഞിട്ടാണോ? കർശനമായ നടപടി. അതുപോലെ തന്നെ എത്ര പ്രൈവറ്റ് ബസ്സുകൾ ഇവിടെ കള്ള പെർമിറ്റിൽ ഓടുന്നുണ്ടെന്ന് അറിയോ? ടൂറിസ്റ്റ് ഇപ്പോൾ ശരണ്യ മോട്ടോഴ്സ് എല്ലാ ദിവസവും അമൃത മെഡിക്കൽ കോളേജിൽ നിന്ന് അടൂർ, കൊട്ടാരക്കര, കൊല്ലം ഭാഗത്തേക്ക് സർവീസ് നടത്തുന്നുണ്ട്. വൈറ്റില ഹബ്ബിൽ നിർത്തി പോകുന്ന വഴിക്കൊക്കെ വിളിച്ച ആളെ കയറ്റിയിട്ടാണ് പോകുന്നത്. അവരുടെ അവസ്ഥ വളരെ മോശം. അല്ല, ഞാൻ പറയുന്നത് അവരുടെ അവസ്ഥ മോശമോ അതോ ആയിക്കോട്ടെ. ഇപ്പോൾ റോബിൻ ബസ് വന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ പൊതുഗതാഗത മേഖല കേരളത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് എന്നൊരു വാദവും എനിക്കില്ല കേട്ടോ. അങ്ങനെയാണ് ഈ ഗതാഗത മന്ത്രി എന്ന രീതിയിൽ ഇദ്ദേഹം പരിപൂർണ്ണ പരാജയമാണ്. അത് ഈ KSRTC സർവീസുകളുടെ കാര്യത്തിൽ മാത്രമല്ല, ഈ ഹൈ റേഞ്ച്, ഇടുക്കി ഹൈ റേഞ്ചിലേക്ക് ചങ്ങനാശ്ശേരി, കോട്ടയം, എറണാകുളം എന്നിവർക്ക് എത്ര ബസ് സർവീസുകൾ, പ്രൈവറ്റ് ബസ്സുകൾ ഉണ്ടായിരുന്നു അറിയോ? ഈ ബസ്സുകൾ മുഴുവൻ KSRTC ടേക്ക് ഓവർ എന്നും പറഞ്ഞ്, അത് ഗണേശ മന്ത്രിയായ സമയത്തിൽ അതിന് മുമ്പുണ്ടായതാണ്. പക്ഷെ അതിനുശേഷം ഈ പ്രൈവറ്റ് ബസ്സുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ മലയോര മേഖലകളിൽ വലിയ യാത്രാക്ലേശം നിലനിൽക്കുന്നുണ്ട്. ഇത് പരിഹരിക്കാൻ അദ്ദേഹം അധികാരത്തിലേറി ഇത്രയും നാളായിട്ട് ഒന്നും സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ സംഭവമാണെന്ന് മട്ടിൽ നിൽക്കുന്നു. ഈ ഉമ്മൻചാണ്ടിയൊക്കെ ഇതുപോലെ വൃത്തികേടുകൾ പറയുന്നു. ഇങ്ങനെ പറയുമ്പോൾ അത് പറയാനുള്ള എന്തെങ്കിലും ഒരു ധാർമ്മികത അദ്ദേഹത്തിന് വേണ്ടേ? അല്ലെങ്കിൽ വലിയ ഷോ കാണിക്കാനുള്ള ഒരു പിൻബലം വേണ്ടേ? വകുപ്പ് പൊളിഞ്ഞ് നാശമായി കിടക്കുകയാണ്. വ്യക്തിപരമായിട്ട് ഒരുപാട് അലിഗേഷൻസ് നേരിടുന്ന ഒരു മനുഷ്യനാണ്. എന്നിട്ട് ഉമ്മൻചാണ്ടിക്കെതിരെ ഇമാതിരി വർത്തമാനം പറയും. ചാണ്ടിക്കുഞ്ഞിന് അറിയാൻ വയ്യാഞ്ഞിട്ടാണ്, ചാണ്ടിക്കുഞ്ഞിൻ്റെ അമ്മ പറഞ്ഞതുകൊണ്ടാണ് ഫുട്പാത്തുകളുടെ പൊക്കം കുറച്ചത്. അതായത് ഓൾ ഇന്ത്യ, അഖിലേന്ത്യാ തലത്തിൽ ബസ് ബോഡി കോഡ് എന്ന് പറഞ്ഞൊരു കോഡ് നിലവിൽ വന്നിട്ടുണ്ട്. അതനുസരിച്ചാണ് ഇപ്പോൾ ഈ രാജ്യത്തെ മുഴുവൻ ബസ്സുകൾ നിർമ്മിക്കുന്നത്. അതിൽ കൃത്യമായി പറയുന്നുണ്ട് ഈ ഫുഡ് സ്റ്റെപ്പുകൾ ഒരു പരിധിക്ക് കൂടുതൽ ഉയർത്തുന്ന കൃത്യമായ മാനദണ്ഡമുണ്ട്. അപ്പോൾ ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ്. അപ്പോൾ ജനങ്ങളെ ഒരാൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കും. ഒരു മന്ത്രി ബസ്സുകളുടെ ഫുഡ് സ്റ്റെപ്പിൻ്റെ ഇത് കുറയ്ക്കുന്നത് ഒരു വ്യക്തിയെ പരിഗണിച്ചിട്ടാണെങ്കിൽ ജനങ്ങളെക്കുറിച്ച് ഒരു ധാരണയുമില്ലാത്ത, അല്ലെങ്കിൽ ഈ പറയുന്ന സ്വജനപക്ഷപാതത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു മന്ത്രി എന്ന നിലയിലേക്ക് വേണമെങ്കിൽ പോലും ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചു. ഞാൻ ആലോചിക്കുന്നതല്ല, ഈ ബിജു രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഈ സോളാർ കേസിലെ അതാണല്ലോ വാക്ക്, അതിജീവതയുടെ മുൻ ഭർത്താവ് ഈ ബിജു രാധാകൃഷ്ണൻ ഉമ്മൻചാണ്ടിയോട് പോയി മണിക്കൂറുകളോളം സംസാരിച്ച വെളിപ്പെടുത്തലുകളുണ്ട്. നിയമസഭയിൽ ആവശ്യപ്പെട്ടിട്ട് പോലും അദ്ദേഹം നടത്തിയൊരു പ്രസംഗം ഇപ്പോഴും നിയമസഭാ രേഖകളിലും സോഷ്യൽ മീഡിയയിലും ഉണ്ട്. എന്നോട് പറഞ്ഞത് സ്വകാര്യമായിട്ടാണ്, ഞാൻ നിങ്ങൾ ആവശ്യപ്പെട്ടാലും അത് പറയില്ല, ഞാൻ മരിക്കും വരെയും പറഞ്ഞിട്ടില്ല. അങ്ങനെ പോലും ഗണേഷ് കുമാറിനെ ഉപദ്രവിക്കാത്ത ഒരു മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിൻ്റെ കുടുംബ തകർത്തു എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ, അതുവരെ ഇവർ സന്തോഷത്തോടെ ജീവിച്ചു എന്നാണോ? ഇദ്ദേഹം ഒന്നാം ആന്റണി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ആദ്യ തവണ മന്ത്രിയാകുമ്പോഴാണ് പിരിഞ്ഞു താമസിച്ചിരുന്ന ഭാര്യ യാമിനി തങ്കച്ചി മടങ്ങി ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് എത്തുന്നത്. 2 മക്കളുണ്ടായിരുന്നു, അവരുമായിട്ട് എത്തുന്നത്. ഇവർ തമ്മിൽ പല വിഷയങ്ങളിൽ കുടുംബ പ്രശ്നം ഉണ്ടാക്കി. അവസാനം ഒരു ഗാർഹിക പീഡനം കേസിൽ ഒരു മന്ത്രി പ്രതി ചേർക്കപ്പെടും, അറസ്റ്റിലാകുമെന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന്റെ രാജി എഴുതി വാങ്ങുകയല്ലാതെ മറ്റെന്താണ് ധാർമ്മികനായ ഒരു മുഖ്യമന്ത്രി ചെയ്യേണ്ടത്? പിന്നീട് അദ്ദേഹത്തെ മന്ത്രിയാക്കിയില്ല. ആരാ മന്ത്രിയാക്കാഞ്ഞ? ഉമ്മൻചാണ്ടിയാണോ? മന്ത്രിയാക്കുന്നത് ബാലകൃഷ്ണപിള്ളയാണ് എന്നുള്ളതാണ്, സ്വന്തം അച്ഛനാണ്. അന്ന് അച്ഛനും മോനും നടത്തിയ പോരാട്ടങ്ങളൊക്കെ കണ്ടതല്ലേ? അതിൻ്റെ ഇരയായ എത്രയോ പേർ ഇന്നും കേരള കോൺഗ്രസ് പിയിലും കോൺഗ്രസിലും ജീവിക്കുന്നുണ്ടെന്ന് അറിയൂ. ഈ അച്ഛൻ മകൻ പോരിൽ അച്ഛനൊപ്പം നിന്നതിൻ്റെയും മകനൊപ്പം നിന്നതിൻ്റെയും പേരിൽ മകൻ്റെ പ്രതാപ കാലഘട്ടത്തിൽ പുറത്താക്കപ്പെട്ട എത്ര പേർ, പുറത്തു പോയ എത്ര പേർ ഇന്നും മറ്റു പാർട്ടികളുണ്ട് ആ മേഖലകളിൽ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. എന്തായാലും ഗണേഷ് കുമാർ ഒരു പുലിവാലാണ് പിടിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും. അത് ഞാനൊരു ചെറിയ ഉദാഹരണം പറയാൻ ചോദിച്ചേ. ഈ ഉമ്മൻചാണ്ടിയെ CPM വേട്ടയാടിയ ഒരു വേട്ടയാടലുണ്ടല്ലോ, അതിനൊപ്പം നിന്ന് അത് വിശ്വസിച്ച മലയാളികൾ അത് തെറ്റായി പോയി എന്ന് പശ്ചാത്തപിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഉമ്മൻചാണ്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടൊരു വിലാപയാത്രയിൽ കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ, ഇന്ത്യ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ജനപങ്കാളിത്തമാണ് ഉണ്ടായത്. അത് ജനങ്ങൾ വന്നത് ഞങ്ങളുടെ മുൻ മുഖ്യമന്ത്രിയുടെ ഭൗതിക ശരീരം കാണാനല്ല. സാർ, ഞങ്ങൾക്കും തെറ്റുപറ്റിപ്പോയി, CPMകാരും ചാനലുകാരും ഞങ്ങളുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെച്ചപ്പോൾ അത് ഞങ്ങൾ അറിയാതെ വിശ്വസിച്ചു. അവസാന പ്രാർത്ഥനയിൽ പുതുപ്പള്ളി പള്ളിയുടെ തിരുമുറ്റത്ത് ഉമ്മൻചാണ്ടിയുടെ മൃതശരീരം ഇങ്ങനെ കിടക്കുമ്പോൾ പിണറായി വിജയൻ മൈക്കെടുത്ത് പറഞ്ഞ കാര്യങ്ങളുണ്ട്. അതിൽ പിണറായി വിജയൻ അടിമനസ്സിൽ തട്ടി മാപ്പ് പറഞ്ഞിട്ടുണ്ടാവും മനുഷ്യനോട്.
ആ മനുഷ്യനോട് ഉറപ്പായും പറഞ്ഞിട്ടുണ്ടാകും. കാരണം അദ്ദേഹം ചാണ്ടി ഉമ്മനോട് കാണിച്ചൊരു വാത്സല്യമുണ്ട്, തിരിച്ച് ചാണ്ടി ഉമ്മൻ അദ്ദേഹത്തോട് കാണിച്ചൊരു ബഹുമാനമുണ്ട്. രാഷ്ട്രീയ കേരളം നോക്കേണ്ടുന്ന ഒന്നാണ്. ഇനി ഈ ചാണ്ടി ഉമ്മന് ഇത്ര വലിയ ഇഷ്ടം ഇതാണ്, എന്തൊക്കെ ചെയ്തിട്ടും അദ്ദേഹം കാണിച്ചൊരു ബഹുമാനം. നമുക്ക് ഈ ചാണ്ടി ഉമ്മനെയൊക്കെ ഇങ്ങനെ എന്താ ചാണ്ടിമോൻ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോൾ ആലോചിക്കണം. ചാണ്ടിക്കുഞ്ഞ് ആ മനുഷ്യന് ഈ കേരള രാഷ്ട്രീയത്തിന്റെ തലപ്പത്ത് ഗ്രൂപ്പ് രാഷ്ട്രീയം കളിച്ച് കയറി ഇരിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും അയാൾ ഇപ്പോഴും ഒരു ഒറ്റമുണ്ട് കൊടുത്ത് ആളുകൾക്കിടയിൽ നടന്ന് പ്രവർത്തനം നടത്തുന്ന ഒരു മനുഷ്യനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം എടുത്തൊരു നിലപാടുണ്ട്, കുടുംബത്തിൽ നിന്ന് ഒരാൾ മത്സരിച്ചാൽ മതി, സഹോദരിമാർ മത്സരിക്കുന്നെങ്കിൽ പുതുപ്പള്ളിയിൽ നിന്ന് മാറി നിൽക്കാൻ ഞാൻ തയ്യാറാണ്. വെറുതെ പറഞ്ഞോ കാര്യമായി പറഞ്ഞോ എന്നുള്ളത് പറയാനുള്ള ആർജവം കാണിക്കുന്നു എന്ന് പറയുന്നത് നിലപാടാണെന്നേ. ചിലപ്പോൾ അയാൾ സംസാരിക്കുന്നത് വളരെ, നിങ്ങൾ വിചാരിക്കും ഇദ്ദേഹം വലിയ അലസനായിട്ടാണ് നടക്കുന്നത്. ഞാൻ ചാണ്ടിയമ്മൻ്റെ ഒരു ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് വീട്ടിൽ പോയി. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, ആ ചാണ്ടിയമ്മ വന്നിട്ട് എന്തായാലും പുറത്ത് പോയിരിക്കുകയാണെന്ന് പറഞ്ഞു, ഡ്രസ്സ് മാറാനുള്ള സമയം കാണുമല്ലോ, ആ സമയത്തേക്ക് ക്യാമറ സെറ്റ് ചെയ്യാം. പുള്ളി വന്നു, കാറിൽ നിന്ന് ഇറങ്ങി, ഡ്രൈവിംഗ് സീറ്റിൽ നിന്നാണോ ഞാൻ ഓടി ഇങ്ങോട്ട് വന്ന് ഞാൻ പുറത്തേക്ക് മായിരിക്കും. അതായത് ആ വന്ന വേഷം, ആ ടീഷർട്ട് മുടി പോലും ചീപ്പിട്ടില്ല, വന്ന് ഇങ്ങനെ ചാരി തുടങ്ങാം. എന്തോ വിഷയം എന്ന് പോലും പുള്ളി ചോദിക്കുന്നില്ല. അത്രയും കാരണം നിങ്ങൾ എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ, ഞാൻ മറുപടി പറഞ്ഞോളാം എന്ന നിലപാടിൽ വന്നിരിക്കുന്ന ആളുകളോട് അങ്ങനെ ഇടപെടുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യന്റെ അച്ഛൻ എന്തായിരുന്നു എന്നുള്ളത് ഇത് പറഞ്ഞ പോലെ ആ 3 ദിനരാത്രങ്ങൾ സത്യം പറഞ്ഞാലുണ്ടല്ലോ. ഞാനൊരു കോൺഗ്രസ് രാഷ്ട്രീയത്തിലൊക്കെ സജീവമായി പ്രവർത്തിച്ച ഒരാളാണ്. പക്ഷെ ഉമ്മൻചാണ്ടിയുടെ റേറ്റ് മനസ്സിലായതാണ്. തീർച്ചയായും എല്ലാവരും ഉമ്മൻചാണ്ടി രാഷ്ട്രീയ എതിരാളികൾ പോലും നടുങ്ങിപ്പോയി. അതിനുശേഷം ശ്രദ്ധിച്ചോ, അതിനുശേഷം ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു വാക്ക് CPM നേതാക്കൾ പറഞ്ഞിട്ടില്ല. അവർക്കറിയാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള അവസ്ഥയേക്കാൾ ഭീകരമായിരിക്കും തങ്ങളുടെ അവസ്ഥ എന്ന്. ഇപ്പോൾ പല കേസുകളിൽ ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമൊക്കെ CPM ആളിക്കത്തിക്കുമ്പോൾ വേണമെങ്കിൽ CPM പഴയ കഥകൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുക. അങ്ങനെ പലരുടെയും കഥകൾ CPM ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് മിണ്ടുന്നില്ല. അതിൽ വലിയ തെറ്റുപറ്റിപ്പോയി, അതിൽ വലിയ പിഴവ് സംഭവിച്ചു. 2 പേരുകളാണ് CPM പിന്നെ ആ പഴയതുപോലെ ആവർത്തിക്കാത്തത്. ഒന്ന് TP ചന്ദ്രശേഖരൻ, 2 ഉമ്മൻചാണ്ടി. ഈ 2 പേരുകളിലും ഇനി കോറി മുറിക്കാൻ CPM തയ്യാറാകില്ല. കാരണം അത് ചെയ്താൽ കഴിഞ്ഞു എന്നവർക്കറിയാം. അപ്പം അങ്ങനെ CPM-ഉം പിണറായി വിജയനും പോലും ചിന്തിക്കുമ്പോഴാണ് അവരുടെ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ഗണേഷ് കുമാർ അങ്ങോട്ട് പോയി ചൊറിഞ്ഞിട്ട് ഈ ദേഷ്യവും ഈ വെറുപ്പും സമ്പാദിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് ഈ വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറഞ്ഞതിന് സമാനമായിട്ട് ഈ തുടർച്ചയായി തോൽവികൾ, തിരിച്ചടികൾ, PR വർക്ക് ചെയ്തിട്ടും സോഷ്യൽ മീഡിയയിൽ മുഖം മിനുങ്ങാം എന്നല്ലാതെ അടിത്തട്ടിൽ തനിക്ക് വലിയ തിരിച്ചടി വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് ഒരു സ്ഥലകാല വിഭ്രമം എന്നൊക്കെ പറയുന്ന പോലെ എന്തോ ഒരു മാനസികാവസ്ഥയിലേക്ക് പോയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളും പ്രവൃത്തികളും ഒക്കെ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്. പണ്ട് കണ്ണൂരിൽ ആഭ്യന്തരം ഭരിക്കുന്ന മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു ഇന്നോവ കാറിൽ യാത്ര ചെയ്യുമ്പോൾ, ഔദ്യോഗിക വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ചില്ലിന് നേരെ വന്ന ഒരു കല്ലുകൊണ്ട് തലമുറിഞ്ഞപ്പോൾ അതെറിഞ്ഞവനോട് നിന്നോട് ഞാൻ ക്ഷമിച്ചടാ മോനെ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച നേതാവിൻ്റെ പേരായിരുന്നു ഉമ്മൻചാണ്ടി. ഞാൻ ഈ സംഭവത്തിന് ദൃക്സാക്ഷിയായിട്ടോ. ഞാൻ ഈ സംഭവം നടക്കുമ്പോൾ ഞാൻ കണ്ണൂരിലെ റിപ്പോർട്ടർ ചാനലിൻ്റെ ബ്യൂറോ ചീഫാണ്. എൻ്റെ ഒരു 100 മീറ്റർ അപ്പുറയാണ് ഇത് നടക്കുന്നത്. ഞങ്ങൾ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷൻ്റെ മതിലിന് മുകളിൽ നിന്നിട്ടാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് നടന്ന ഉടനെ ഇദ്ദേഹം നേരെ ഗ്രൗണ്ടിലേക്ക് ആ വാഹനത്തിൽ പാഞ്ഞു പോകുന്നു. നമ്മൾ പിറകെ ഓടി അങ്ങോട്ട് എത്തുകയാണ്. എത്തിയപ്പോൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ മുഖത്തും മൂക്കിലും ഇവിടുന്നൊക്കെ ചോര പൊടിയുന്നുണ്ട്. ഇതേപോലെ നമ്മുടെ ക്യാമറമാൻ ഞങ്ങളാണ് ആദ്യം വന്നത്. അപ്പോൾ അന്ന് ചോദിച്ചപ്പോൾ സാറേ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഇതിങ്ങനെ തുടച്ചിട്ട് എന്തോ വലിയൊരു സംഭവം ഉണ്ടായൊന്നും ഇതാക്കാതെ കൂളായിട്ട് അങ്ങ് നടന്നു പോയിട്ട് വേദിയിൽ പോയിട്ട് പിന്നെയാണ് ആശുപത്രിയിലേക്ക് പോകുന്നത്. മനസ്സിലായോ? ഒരുപാട് നാളുകൾക്ക് ഇപ്പുറം മരുമകന് മാത്രം കറുത്ത ഷർട്ടിട്ട് താൻ പങ്കെടുക്കുന്ന വേദികളിലേക്ക് എത്താം. ഒരു കറുത്ത കൊടിയെ പോലും കറുത്ത മാസ്കിനെ പോലും പേടിച്ച ഭയന്ന മറ്റൊരു മുഖ്യമന്ത്രി ഈ നാട്ടിലുണ്ട്. ഈ ഗണേഷ് കുമാർ ചെയ്തിരിക്കുന്ന ഒരു അബദ്ധം എന്താണെന്ന് പറയുക, അബദ്ധമല്ല ഒരു പാതകം എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് കേരള സമൂഹത്തെ. ഇത് LDF-ന് മുഴുവൻ തിരിച്ചടിയാകാൻ പോകുന്നത്. അതായത് ഉമ്മൻചാണ്ടി എന്ന പേര് കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും ചർച്ചയായാൽ അത് ഏറ്റവും അധികം ബാധിക്കാൻ പോകുന്നത് CPM-നെയാണ്, LDF-നെയാണ്, മുന്നണിയെ ഒന്നാകെയാണ്, പിണറായി വിജയനെയാണ്. സ്വാഭാവികമായിട്ട് ഇത് ഗണേഷ് കുമാറിനേക്കാൾ കൂടുതൽ അപകടം ചെയ്യാൻ പോകുന്നത്, ഉമ്മൻചാണ്ടിയെ തൊട്ടുകൊണ്ടുള്ള ചർച്ചകൾ ആരംഭിച്ചു വെക്കുന്നത്, അത് സജീവമാകുന്നത് പിണറായി വിജയനെയും LDF-നെയും തന്നെയാണ്. ഞാനും കഴിഞ്ഞ ദിവസം രാവിലെ കടവന്ത്രയിൽ നിന്ന് ആലുവയിലുള്ള എൻ്റെ ഓഫീസിലേക്ക് തലയുയർത്തി നിൽക്കുന്ന കൊച്ചിക്ക് അഭിമാനമായി നിൽക്കുന്ന മെട്രോ പില്ലറുകൾക്ക് താഴെ കൂടെ കാറിൽ വരുമ്പോൾ കാറിൻ്റെ FM-ൽ ഒരു പരസ്യം, വിഴിഞ്ഞം കുതിക്കുന്നു, പിണറായി സർക്കാരിൻ്റെ തണലിൽ ആരാണ് ഇതൊക്കെ ഉണ്ടാക്കിയത് എന്നുള്ളത്. പിണറായി വിജയൻ്റെ മുഖമല്ല വരിക, അത് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് വരിക ചിരിച്ചുകൊണ്ടിരിക്കുന്ന അലസമായ മുടി കോതിയിട്ട ഒരു മനുഷ്യൻ്റെ മുഖമാണ്. ഉമ്മൻചാണ്ടിയുടെ മുഖമാണ്, ഒരു മനുഷ്യസ്നേഹിയുടെ മുഖമാണ്. ആ മനുഷ്യസ്നേഹിയാണ് VD സതീശൻ പറഞ്ഞതുപോലെ ഗണേഷ് കുമാർ ഒരു മാപ്പ് പറയേണ്ടുന്നതാണ്. കാരണം രാഷ്ട്രീയമാണല്ലോ, രാഷ്ട്രീയത്തിൽ നല്ല മത്സരം പറയുന്നതാണ് നല്ലത്.